അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ റെക്കോർഡ് വളർച്ചാ നിരക്കായ 7% സാധ്യതയുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. പണപ്പെരുപ്പം ക്രമാനുഗതമായി കുറയുന്നു. സെൻട്രൽ ബാങ്കിന് 4% ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. സമീപ വർഷങ്ങളിൽ നടപ്പിലാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ സാധ്യതകൾ ഉയർത്തിയെന്നും ശക്തികാന്ത ദാസ് പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗത്തോടനുബന്ധിച്ച് നടന്ന CII സെഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ബാങ്കുകളും ഹരിത നിക്ഷേപങ്ങൾ സ്വീകരിക്കണമെന്നില്ല. എന്നാൽ ഹരിത നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ പാലിക്കുക. റിസർവ് ബാങ്കിന്റെ നിലവിലുള്ള നിർദ്ദേശങ്ങൾ ഹരിത നിക്ഷേപങ്ങൾക്ക് പലിശ ശതമാനം നിശ്ചയിക്കുമ്പോഴും പാലിക്കണം. ഇങ്ങനെ സമാഹരിച്ച നിക്ഷേപം അതിന് ലക്ഷ്യമിട്ട പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിക്ഷേപകന് പലിശ നൽകണം. ഹരിത നിക്ഷേപം കാലാവധിക്ക് മുമ്പ് പിൻവലിക്കുവാൻ തടസ്സമില്ല. എന്നാൽ നിക്ഷേപം കാലാവധിക്ക് മുമ്പ് പിൻവലിച്ചു എന്നതുകൊണ്ട് മാത്രം നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും നിർത്തിവെക്കാൻ പാടില്ല. ഹരിത നിക്ഷേപത്തിന്റെ വിനിയോഗം റിസർവ് ബാങ്കിന്റെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കും. ഹരിത നിക്ഷേപം സമാഹരിച്ചതിനു ശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും മാത്രമേ ഹരിത നിക്ഷേപത്തിന്റെ ഉപയോഗം എന്ന പരിഗണന ലഭിക്കുകയുള്ളൂ. ഹരിത നിക്ഷേപത്തിന്റെ മേലും നിലവിലുള്ള നിബന്ധനകൾക്ക് വിധേയമായി ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകാവുന്നതാണ്. ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഹരിത നിക്ഷേപങ്ങൾക്കും ലഭിക്കും. ഒരു വർഷം സമാഹരിച്ച ഹരിത നിക്ഷേപത്തിന്റെയും അതിന്റെ ഉപയോഗത്തിന്റെയും വിവരങ്ങൾ ബാങ്കുകൾ പ്രസിദ്ധപ്പെടുത്തണം. നിലവിൽ ഹരിത നിക്ഷേപങ്ങൾ ഇന്ത്യൻ കറൻസിയിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതേസമയം നിക്ഷേപകർക്ക് അവരുടെ ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ഉദ്ഗം പോർട്ടൽ. റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇതിന്റെ പ്രവർത്തനം. കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്കുള്ള സർക്കാർ ഗ്യാരണ്ടിക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവന്ന നിയന്ത്രണം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിക്കും. വായ്പാ ലഭ്യതയ്ക്കും തിരിച്ചടിയാകും. പുതിയ വ്യവസ്ഥ പ്രകാരം കേരളത്തിൽ സർക്കാരിന് വർഷം 5000 കോടിയുടെ വായ്പകൾക്ക് മാത്രമേ ഗ്യാരണ്ടി നൽകാനാവൂ. പുതിയ ബഡ്ജറ്റിലും ഇതനുസരിച്ച് വികസന പദ്ധതികൾക്കടക്കമുള്ള തുക ചുരുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ നിയോഗിച്ച വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ട് അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാരുകൾക്കാകെ ബാധകമാകുന്ന റിസർവ് ബാങ്ക് തീരുമാനം. പദ്ധതികൾക്കായി വായ്പ എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ മൊത്തം തുകയുടെ 80% കൂടുതൽ തുകയ്ക്ക് ഗ്യാരണ്ടി നൽകരുത്. സ്വകാര്യ പങ്കാളിത്തമുള്ള പദ്ധതികളുടെ വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കരുത്. ഒരു വർഷം പരമാവധി നൽകാവുന്ന ഗ്യാരണ്ടി മൊത്ത റവന്യൂ വരുമാനത്തിന്റെ 5% അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.5%. ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കണം വാർഷിക ഗ്യാരണ്ടി പരിധി എന്നാണ് വ്യവസ്ഥ. KDFCയിൽ നിന്നുള്ള KSRTC വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകിയിരുന്നു. എന്നാൽ KSRTC തുക തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിൽ ഗ്യാരണ്ടി പ്രകാരം പണം നൽകാനാവില്ലെന്ന് സംസ്ഥാനം ഹൈക്കോടതിയെ അറിയിച്ചു. ഇതുമൂലം പണം നിക്ഷേപിച്ചവർക്ക് തിരിച്ചടിയാണ്. ഇത് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇത്തരം സംഭവങ്ങൾ പരിഗണിച്ചാണ് റിസർവ് ബാങ്ക് തീരുമാനം.